നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ കോടതിക്ക് മുമ്പിലെത്തിയാൽ അതോടെ എല്ലാം തീരും. ഗോകുലേട്ടൻ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏതായാലും ആ ബാധ്യത ഇതോടെ തീർന്നു കിട്ടി. അതെങ്ങനെ? ഗോകുലേട്ടന്റെ അച്ഛനും അമ്മയും ഇന്ന് ദാസങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അച്ഛനോട് ഈ കാര്യം സംസാരിക്കാനാ വന്നേ. ഭാഗ്യത്തിന് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തു. എന്തു മറുപടി? ഗോകുലേട്ടനുമായ ഒരു റിലേഷൻഷിപ്പിന് ഞാൻ തയ്യാറല്ലാന്ന് തീർത്തു പറഞ്ഞു. അത് പ്രശ്നമാവില്ല മഞ്ചാടി? പ്രശ്നാവട്ടെ, എന്തിനൊരു പരിഹാരം ഉണ്ടാവണമല്ലോ. മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടി എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്ന എന്തിനാ? ജീവൻ അടികൊണ്ടത് എനിക്ക് വേണ്ടിയാണെന്ന് കൂട്ടിക്കോ. അങ്ങനെ ആലോചിച്ചാ ഈ വേദന എളുപ്പം കുറയും. ശരിയല്ലേ? ഇപ്പൊ വേദന തീരെയില്ല. മഞ്ചാടിയെ കുറിച്ച് ഓർക്കുമ്പോ ഇങ്ങനെയും മനസ്സിലുള്ള ഈ ലോകത്തുണ്ടോ എന്ന് തോന്നിപ്പോവും. എന്റെ അച്ഛനോടും അമ്മയോടും ഉള്ളതിനേക്കാൾ കടപ്പാടാ എനിക്കിപ്പോ മഞ്ചാടിയോട്. ജന്മം നൽകുന്നതിനേക്കാൾ മഹത്തായ കാര്യമല്ലേ പുനർജന്മം നൽകുന്നത്? അത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യമല്ലേ? എന്നുവെച്ച് ജീവൻ രാജനെ ദൈവമായിട്ടൊന്നും കാണണ്ട. സ്വന്തം പെണ്ണായും പാർട്ട്ണറായിട്ടും കണ്ടാ മതി. എനിക്കതാ ഇഷ്ടം. ഓക്കേടാ, ഞാനിവിടെ താഴെ നിപ്പുണ്ട് പാർക്കിങ്ങില്. ഓ ഞാൻ വെയിറ്റ് ചെയ്യാം. നീ പെട്ടെന്ന് വന്നാ മതി. ഓക്കേടാ, വാ വാ. അളിയാ ഗോകുലേ, ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടായോടാ? ഏയ്, കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റിയല്ലോ. എങ്ങനെ? അവര് ക്യാമ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചെത്തിയോ? ഏയ്, അവരിപ്പോഴും ടൂറില്ല. അപ്പൊ അത് മെഡിക്കൽ ക്യാമ്പൊന്നും ആയിരുന്നില്ലേ? ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും ട്രിപ്പ് പോയി ഗോവയ്ക്ക്. മൃദുലയുടെ ഒരു ഫ്രണ്ടിനെ ഇന്നലെ ഡിന്നറിന് ക്ഷണിച്ച് ചോർത്തിയെടുത്ത കാര്യങ്ങളാ. ഇനി അവരെപ്പോ തിരിച്ചെത്തുന്നറിയോ? അവരിന്നലെ രാത്രി ഗോവയിൽ തിരിച്ചെത്തി. കുമരകത്തെ ഒരു ഹോട്ടലിൽ റെസ്റ്റ് എടുക്കുക. ഓ, ചിലപ്പോ ഇന്ന് ഈവനിങ് ഇവിടെ എത്തിയേക്കും. ഇത്ര അറിഞ്ഞാ പോരെ? പോരാ. എനിക്ക് ആ കുമരകത്തെ ഹോട്ടലിന്റെ പേരും റൂം നമ്പറും വേണം. കിട്ടുമോ? നീ ഇത് ചോദിക്കുന്ന എനിക്കറിയാം. കൂട്ടുകാരിക്ക് ട്രീറ്റ് കൊടുക്കാൻ കാശ് കുറെ പൊടിച്ചിട്ടുണ്ട്. തിരിച്ചൊരു ട്രീറ്റ് നീ എനിക്കും തരണം. എടാ, നിനക്കെന്ത് വേണം അത് നീ പറ. നമുക്കൊരു ദിവസം ഒരുമിച്ച് അടിച്ച് പൊളിക്കാം. എന്താ? ഓക്കെടാ. എനിക്ക് ആ രാഹുലിനെ മൃദുലനെ നേരിട്ടൊന്ന് കാണണം. എവിടെ വെച്ച്? ഇവിടെ വെച്ചൊന്നും വേണ്ട. നീ എനിക്ക് ആ ഹോട്ടലിന്റെ പേരും റൂം നമ്പറും എന്റെ ഫോണിലേക്ക് ഇട്ടതാ. ഞാൻ ഇപ്പൊ തന്നെ കുമരകം വെച്ച് പിടിക്കാം. ശരിയടാ, ഞാൻ ഇട്ടേക്കാം. ശരിയടാ. സൂക്ഷിച്ച് കാലിയണം. രണ്ടുപേരും ഡോക്ടേഴ്സാ. നിനക്കൊരു കുഴപ്പം വരില്ലടാ. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഓക്കെ, പോട്ടെ. ഓക്കേടാ, ശരി കാണാം. ഓക്കേടാ. ആർക്കാ മെയിൽ അയക്കുന്നത്? ഹോസ്പിറ്റലില് നാളെ ജോയിൻ ചെയ്യണ്ടേ? താൻ ഉറപ്പായും ജോയിൻ ചെയ്യണം. ഞാൻ
ഒരു 3 ദിവസത്തെ കൂടി എൻ്റെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതെന്താ? എന്താണെന്ന് എനിക്കറിയില്ലേ? 3 ദിവസമെങ്കിലും ഇന്ദുവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തില്ലെങ്കിലേ ആകെ പ്രശ്നമാകാനിടയുണ്ട്. എന്ത് പ്രശ്നം? നാളെ ഒരു ദിവസം കൂടെ ലീവ് എടുത്ത് അവളുടെയും കുടുംബത്തിന്റെയും കൂടെ ഇരുന്നോളൂ. അടുത്ത ദിവസം രാഹുൽ ഹോസ്പിറ്റലിൽ വരണം. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് തന്നെ പോവാലോ. സോറി മൃദുല, ഇക്കാര്യത്തിൽ നീ വാശി പിടിക്കണ്ട. അടുത്ത 3 ദിവസം നമ്മൾ കാണില്ല. അതിനടുത്ത കുറേ ദിവസങ്ങളിൽ ഞാൻ ഫ്ലാറ്റിലേക്കും വരില്ല. ഇത് നമ്മൾ രണ്ടുപേരും ചേർന്നെടുത്ത ഡിസിഷനാണ്. അതെന്ന് താൻ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നേ? രാഹുൽ കൂടെയില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് പോലും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. എന്റെ ഭാഗത്തുനിന്നുകൂടി രാഹുൽ എന്ന് ആലോചിച്ചു നോക്ക്. ഞാനെല്ലാം ആലോചിച്ചിട്ടാണ് മൃദുല പറയുന്നത്. നമ്മൾ ലീഗലി മാരീഡ് അല്ല. എന്നാൽ ഇന്ദുവിനെ ഞാൻ പബ്ലിക്കായി കെട്ടിയതാണ്. നിയമവും സമൂഹവും ഒക്കെ ആ ഭാഗത്തേ നിൽക്കും. ഒരു ഇഷ്യൂ ഉണ്ടായാൽ നീ ആയിരിക്കും ഒറ്റപ്പെട്ടു പോകുന്നത്. എന്നുവെച്ചാ ഒരു ഇഷ്യൂ ഉണ്ടായ രാഹുൽ എന്നെ വിട്ടിട്ട് അപ്പുറത്തേക്ക് ചായൊന്നല്ലേ? എനിക്കങ്ങനെ ആകേണ്ടി വരും മൃദുല. അല്ലെങ്കിൽ എൻ്റെയും നിന്റെ ജീവൻ വരെ അപകടത്തിലാവും. ഇന്ദുവിൻ്റെ അച്ഛനും ചേട്ടനും സാമ്പത്തികമായും അല്ലാതെയും നല്ല സ്വാധീനമുള്ളവരാ. സത്യത്തിൽ ഗോകുലിന് എനിക്ക് നല്ല പേടിയുണ്ട്. പണ്ടവൻ ഒരു ക്രിമിനൽ ഗാങ്ങിൻ്റെ ലീഡറായിരുന്നു. ഇടയ്ക്കൊന്ന് മാറിയതാ. അതുകൊണ്ടാണ് നമുക്കിപ്പോഴും ഇവിടെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നത്. പഴയ ഗോകുലായിരുന്നെങ്കിൽ അവൻ നമ്മളെ എപ്പോൾ പൊക്കിന്ന് നോക്കിയാൽ മതി. അവൻ വീണ്ടും പഴയ ആളാവുമെന്നാണോ രാഹുലിന്റെ ഭയം? മാറിയാൽ അപകടം തന്നെ മൃദുല. അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത്. ഒരു 6 മാസം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇന്ദുവിനെ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്കുണ്ടായ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞല്ലോ. അവളുടെ മുമ്പിൽ നല്ലൊരു ഹസ്ബൻഡായി ആക്ട് ചെയ്താൽ അവളുടെ അച്ഛൻ്റെ പണം ഉപയോഗിച്ച് തന്നെ നമുക്ക് സ്റ്റേറ്റ്സിലേക്ക് പറക്കാം. പിന്നെ ആർക്കും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. വർഷത്തിൽ ഒരു തവണ അവളെ വന്നൊന്ന് കാണണം. ഒരു 10 days ഫാമിലിയോടൊപ്പം ചിലവഴിക്കണം. ബാക്കി മുഴുവൻ സമയവും നമ്മളോട് ഒരുമിച്ചായിരിക്കും മൃദുല.